അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വായിൻ്റെ അകത്ത് വരുന്ന പുണ്ണ് അത് ക്യാൻസറായിട്ട് മാറുമ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ, അതിനെന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ കാണുന്ന ആളുകൾക്കോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പല ആളുകളും തമ്പനയിൽ കണ്ടിട്ട് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ മനസ്സിലാക്കി വെക്കുക കാര്യങ്ങൾ. ഇതിനോടുള്ള പേടിയല്ല വേണ്ടത്. നമുക്കിത് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെ അറിയാം എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ടിത് കാണാം. എനിക്കിത് ക്യാൻസർ ആണോ എന്നുള്ള ഭയപ്പാടോട് കൂടെ ഒരു വീഡിയോയും നിങ്ങൾ കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് ഈ പുണ്ണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രധാനമായിട്ടും വൈറ്റമിൻസിൻ്റെ കുറവിനെ കൊണ്ട് ഇത് വരാറുണ്ട്. വൈറ്റമിൻ B12 ഒക്കെ കുറവുണ്ട്. പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ മാംസാഹാരം കഴിക്കാതിരിക്കുമ്പോൾ വൈറ്റമിൻ B12 കിട്ടില്ല. മാംസാഹാരത്തിൽ മാത്രം കാണപ്പെടുന്ന വൈറ്റമിനാണ് B12. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കുറയുകയും നമ്മൾ മ്യൂക്കോസൻ്റെ വായിൻ്റെ അകത്തുള്ള ഈ ഉള്ളിലെ തൊലിക്കാണ് നമ്മൾ മ്യൂക്കോസ എന്ന് പറയുക. അതിൻ്റെ കട്ടി കുറയും. അതിന് പെട്ടെന്ന് മുറിവുകൾ രൂപപ്പെടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നല്ല മുറിവുകൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിൻ്റെ അകത്ത് പുണ്ണ് വരും. അതാണ് ബി കോംപ്ലക്സിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ പെട്ടെന്ന് മാറുന്നത് കണ്ടിട്ടില്ലേ? അതാണ്. പിന്നെ വൈറ്റമിൻ സിൻ്റെ കുറവുണ്ടാകുമ്പോൾ ഇവിടെ അങ്ങനെ സൈഡൊക്കെ പൊട്ടലും എല്ലാം ഉണ്ടാവും കേട്ടോ. അതാണ് വൈറ്റമിൻ്റെ കുറവുണ്ട്. പിന്നെ അധികം ആളുകളുടെ കാണപ്പെടുന്നതാണ് ഫെമീലിയലായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അങ്ങനെ വായിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്ന ആളുകളിൽ അവരുടെ ഉമ്മക്കോ ഉപ്പക്കോ അതല്ലെങ്കിൽ അനിയത്തിക്കോർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഫെമീലിയലായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. പാരമ്പര്യമായിട്ട് നമ്മൾ ഈ മ്യൂക്കോസായം പറഞ്ഞ ഈ തൊലിക്ക് ഉള്ളിലെ തൊലിക്ക് കട്ടി കുറവായിരിക്കും. അത് കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഭയങ്കര സ്ട്രെസ്സ് കൂടുമ്പോൾ ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഉറക്കം ശരിയാവാഞ്ഞാൽ വയറിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക്, പൊളിച്ച് തികട്ടി വരുന്ന ആളുകളിൽ ഒക്കെ ഈ വായിൻ്റെ അകത്ത് പുണ്ണ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാൻസറായി മാറുമ്പോൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വലിപ്പം നോക്കുക. ആ ഒരു പുണ്ണിൻ്റെ വലിപ്പം നോക്കുക. അതിൻ്റെ 1 സെൻറ്റിമീറ്ററിലും കൂടുതൽ വലിപ്പം ഉണ്ടെങ്കിൽ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം എത്രയൊക്കെ ഉണ്ടാവുക. ഇതിനേക്കാൾ വലിപ്പം ആ വ്രണത്തിന് മുറിവിനുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല ഇത് മാത്രം ഉണ്ടായാൽ പോരാ, അതിന് 2 ആഴ്ചയിലധികം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് അധികം ആളുകൾക്കും വരും, ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകും, പിന്നെയും വരും, അങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഇത് 2 ആഴ്ചയിലധികം കണ്ടിന്യൂസ് അവിടെ നിൽക്കുന്നുണ്ട്. 1 മാസം കഴിഞ്ഞിട്ടൊന്നും പോകണില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുകവലി മുറുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളിൽ. പിന്നെ ഇത് വന്നു, അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, റിക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രധാനമായിട്ട് നോക്കിയാൽ ഈ ഭാഗത്ത്, കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കയല് വീങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ലിംഫഡിനോപ്പതി, സെർവിക്കൽ ലിംഫഡിനോപ്പതി ഉണ്ടോയെന്ന്. കയല് വീങ്ങുക എന്ന് പറയാൻ പല ആളുകൾക്കും അറിയാം. നമുക്കിവിടെ ഇങ്ങനെ ചെറിയൊരു തടിപ്പ് പോലെ ഒരു മുഴ പോലെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഫോം ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിക്കണം. മാത്രമല്ല ഭയങ്കര വേദന ഉണ്ടാവും ക്യാൻസർ ആണെങ്കിൽ കേട്ടോ. സാധാരണ ഉള്ളതിനേക്കാൾ ഭയങ്കരമായിട്ട് വേദന ഈ മുറിവുകൾക്കുണ്ടാവും. ഇതൊക്കെയാണ് സാധാരണ ഇതിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ വായിൽ പുണ്ണ് വരുന്നവർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. ഒന്ന്, നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം, ചുടുവെള്ളം എടുക്കുക. വായ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് മതി. അതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പിടുക. നല്ല ഉപ്പ് കേട്ടോ. പൊടി ഉപ്പാണ് ഒന്നും കൂടെ നല്ലത്. കല്ലുപ്പാകുമ്പം അത് ശുദ്ധീകരിക്കാത്തതാണ്, അപ്പോൾ ഒരു ഫംഗസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊടിയുപ്പിടുക. പൊടിയുപ്പിട്ട ശേഷം നല്ല കലക്കിയിട്ട് വായിലേക്കാക്കി അതൊരു 30 സെക്കൻഡ് വായിൽ അങ്ങനെ പിടിച്ച് നിൽക്കുക. 30 സെക്കൻഡ്. അതിനുശേഷം തുപ്പിക്കളയുക. ഇങ്ങനെ ദിവസം 3 നേരം നിങ്ങൾ ചെയ്യണം. അത് ഒരുവിധം ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ അത് പെട്ടെന്ന് ഉണങ്ങി പോകാനും തൂർന്നു പോകാനുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇനി അതല്ല, വേറെ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അപ്പക്കാരം ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലേക്ക്. ഇപ്പോൾ ഈ നാവിൻ്റെ ഇവിടെയൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അത് ഇറക്കി വിടണമെന്നില്ല. അത് കാരണം നമുക്ക് വായിലുള്ള ആസിഡിക് നേച്ചർ പോയതിൻ്റെ ശേഷം അവിടെ ഒരു ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അത് അവിടെ തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ 2 നേരം തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുക. പിന്നെ വൈറ്റമിൻ B12 ഗുളിക ഒരു 7 ദിവസം അടുപ്പിച്ച് കുടിക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പം തന്നെ ഒരു വിധം ഇത് മാറി കിട്ടും എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചോളൂ. നമുക്ക് എല്ലാ സിസ്റ്റത്തിലും നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ, ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോപ്പതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിന് അവൈലബിൾ ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നമുക്ക് തീരെ വരാത്ത രീതിയിലേക്ക് മാറ്റി കൊടുക്കാനൊക്കെ ഒരുപാട് പേർക്ക് അൽഹംദുലില്ലാഹ് പറ്റാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ചില ആളുകളിൽ ഇത് ക്യാൻസറായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരുവിധം ആളുകളൊക്കെ ഇതിൻ്റെ ഈ ക്യാൻസറിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ഇസ്തിര ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം ജില്ല.